ഒരു ബഹളം ഉണ്ടാക്കി അങ്ങ് ചാർജ് മേടിക്കുക. ഞങ്ങളിത് സമരം ചെയ്യും, ഇല്ലെങ്കിൽ ഇതിപ്പോൾ വരും, ജനങ്ങൾക്കാകെ പ്രശ്നമാണ്, അങ്ങനെ മേടിക്കുക. ഇപ്പോൾ വിദ്യാർത്ഥികളുടെ ഒരു വിഷയം വന്നു. ഇവരുടെ കണക്ക് പലപ്പോഴും 40% വണ്ടിയിൽ വിദ്യാർത്ഥികളാണ്. എനിക്ക് ചിരി വരുന്നുണ്ട്. കാരണം എത്ര ട്രിപ്പ് വിദ്യാർത്ഥികൾ കയറും. ഇപ്പോൾ ഞാൻ കൊച്ചി നഗരത്തിൽ ജീവിക്കുന്ന ഒരാളാണ്. കൊച്ചി നഗരം പോലൊരു സ്ഥലത്ത് ലോങ് ട്രിപ്പിലൊക്കെ വിദ്യാർത്ഥികൾ കുറവ് കയറുള്ളൂ. നഗരത്തിലാണ് വരിക. എത്ര സമയം വിദ്യാർത്ഥികളുണ്ടാവും? ഇപ്പോൾ സ്വാശ്രയ കോളേജും പരാശ്രയ കോളേജും ഞാൻ പോലും. മനോജ്, എന്താണ് മറുപടി പറയാനുള്ളത്? എൻ്റെ അടുത്താണോ മനോജ്? ഇല്ല, അദ്ദേഹം പറഞ്ഞത് എല്ലാ ബഹുമാനവും നിലനിർത്തി ഞാൻ അദ്ദേഹത്തിനോടൊരു കാര്യം പറയാം. അദ്ദേഹം പറഞ്ഞത് വരവ് ചെലവ് കണക്കുകൾ അവതരിപ്പിക്കണം എന്നുള്ളതാണ്. ഈ വരവ് ചെലവ് കണക്കുകളൊന്നും കൊടുക്കുന്നതിന് ബസ് ഉടമസ്ഥന്മാർ തയ്യാറാണ്. ഞങ്ങൾക്ക് അതിനകത്തൊന്നും ഒരു അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷേ ഞാനൊരു കാര്യം അദ്ദേഹത്തിനോട് വളരെ ബഹുമാനത്തോടു കൂടി ചോദിക്കട്ടെ. ഈ ബസ്സിൻ്റെ കാര്യത്തെക്കുറിച്ച്, മിനിമം ചാർജിനെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞ ഒരു വാദഗതി, മിനിമം 1 രൂപ കിലോമീറ്റർ റേറ്റ് വർദ്ധിപ്പിച്ചാൽ പോലും 10 രൂപയ്ക്ക് 10 കിലോമീറ്റർ യാത്ര ചെയ്യാം. മിനിമം ചാർജ് എന്നത് നമ്മുടെ ഒരു ലിഖിത നിയമമാണ്. ഓട്ടോറിക്ഷയുടെ ചാർജ് വർദ്ധിപ്പിക്കുമ്പോൾ അതിന് മിനിമം ചാർജ് വർദ്ധിപ്പിക്കും, അല്ലെങ്കിൽ ഒരു മിനിമം റേറ്റ് ഫിക്സ് ചെയ്യും. ടാക്സിയുടെ റേറ്റ് വർദ്ധിപ്പിക്കുമ്പോഴും അതിനൊരു മിനിമം റേറ്റ് ഫിക്സ് ചെയ്തിട്ട് അതിൽ നിന്നാണ് കിലോമീറ്റർ റേറ്റ് ഫിക്സ് ചെയ്യുന്നത്. അങ്ങനെ എല്ലാ സാഹചര്യത്തിലും എല്ലാ മേഖലയിലും അങ്ങനെ ആകുമ്പോൾ ബസ്സിന് മാത്രം അത് പാടില്ല എന്ന് പറയുന്നതൊന്ന്. ഞാനൊരു ഉദാഹരണം പറയാം. അദ്ദേഹം പറഞ്ഞു കണക്കിൻ്റെ കാര്യം. ഞാൻ അദ്ദേഹത്തോട് ചോദിക്കുന്നു, ഒരു 70 ലിറ്റർ ഡീസലിൽ ഒരു ബസ് ഓപ്പറേറ്റ് ചെയ്യുന്ന സാധാരണക്കാരായ ജനങ്ങളിൽ നിന്നും ഇതിൻ്റെ ഒരു ഫീഡ്ബാക്ക് എടുക്കണം. 70 ലിറ്റർ ഡീസലിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു ബസ്സിൻ്റെ ആവറേജ് കളക്ഷൻ എന്ന് പറയുന്നത് 6000 രൂപ, 6500 രൂപയാണ്. ഇത് ഞാൻ പറയാതെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഞാൻ ചോദിക്കുകയാണ്, ഒരു ബസ്സിന് ഒരു ദിവസം 70 ലിറ്റർ ഡീസൽ വരുമ്പോൾ അതിൻ്റെ കണക്ക് 4000 രൂപ. ടാക്സ് ഇനത്തിൽ ഏതാണ്ട് 330 രൂപ ഒരു ദിവസം ടാക്സ് ഇനത്തിൽ. ഇൻഷുറൻസ് തുക 170 രൂപ. വെൽഫെയർ ഫണ്ടും മറ്റു കാര്യങ്ങളുമായി 100 രൂപ. അതുപോലെ ഒരു ദിവസത്തെ സ്റ്റാൻഡ് തലത്തിൽ പഞ്ചായത്ത് തലത്തിലുള്ള ഫീസ്, ഇത്രയും കിലോമീറ്റർ ഓടുന്ന ഒരു വണ്ടിക്ക് 75 രൂപ മിനിമം വേണം. സാലറി ഇനത്തിൽ 1800 മുതൽ 2000 രൂപ വരെ ശമ്പളം. ടയർ ആൻഡ് അതിൻ്റെ വെയർ ആൻഡ് ടയർ ഒരു 250 രൂപ. പിന്നെ ഒരു വർഷം ഉണ്ടാകുന്ന ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റിൻ്റെയും മറ്റ് അനുപാത ചെലവുകളും 150 രൂപ. ഒരു ഓഫീസ് സംബന്ധമായ ഫീസുകളും ഫൈനും ഒരു ദിവസം ഏറ്റവും മിനിമം 50 രൂപ. പിന്നെ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്, ഒരു വണ്ടി 25 ലക്ഷം രൂപയോ 30 ലക്ഷം രൂപയോ മുടക്കിയെടുക്കുന്ന ഒരാളിന് ഇത് 15 കൊല്ലം കഴിയുമ്പോൾ ഇത് സ്ക്രാപ്പ് എന്ന് പറഞ്ഞ് വിൽക്കുമ്പോൾ കിട്ടുന്ന 1.5 ലക്ഷം രൂപയാണ്. അപ്പോൾ അതിൻ്റെ ഡിപ്രീസിയേഷൻ വെറും 300 രൂപ വെച്ച് ഒരു ദിവസം കണക്കാക്കിയാൽ പോലും ഒരു ബസ്സിൻ്റെ ഡെയിലി ഉള്ള എക്സ്പെൻസ് ഏതാണ്ട് 7300 രൂപ വരും. 6000 രൂപ. ജസ്റ്റിസ് രാമചന്ദ്രൻ, ഇവിടെ ഇപ്പോൾ മനോജിൻ്റെ ഭാഗത്തുനിന്ന് മനോജ് വാദിക്കുന്നത് പ്രവർത്തന ചെലവിന് ആനുപാതികമായ രീതിയിൽ ഒരു ഫെയർ നിശ്ചയിക്കാൻ വേണ്ടി കഴിയുന്നില്ല. അങ്ങനെ നോക്കുമ്പോൾ അവർക്ക് വലിയ നഷ്ടം വരുന്നു. 15 വർഷം ഒരു ബസ്സിൻ്റെ കാലാവധിയായി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു. ഈ 15 വർഷത്തിനിടയിൽ വരുന്ന ഡിപ്രീസിയേഷൻ അത് വലിയ നഷ്ടം ബസ് ഉടമകൾക്ക് ഉണ്ടാക്കുന്നു എന്നാണ് താങ്കളുടെ അന്വേഷണത്തിലും കണ്ടെത്തലുകളിലും. ഇവിടെ ശ്രീ CR നീലകണ്ഠൻ പറഞ്ഞത് ഒരു അൺഫെയർ സ്റ്റേജാണ് ഇവിടെ നിലനിൽക്കുന്നത്. ഇവരുടെ വരവ് ചിലവ് കണക്കുകൾ ഓഡിറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള സംവിധാനം നിലവിലില്ല. ഇതൊക്കെയാണോ യാഥാർത്ഥ്യം? ഇവരുടെ ബസ് ഉടമകളുടെ വരവ് ചെലവ് കണക്കുകൾ ഓഡിറ്റ് ചെയ്യാനും അതിൻ്റെ നിജസ്ഥിതി മനസ്സിലാക്കാനുമുള്ള ഒരു സംവിധാനം നിലവിൽ സംസ്ഥാനത്തില്ലേ? എന്തൊക്കെ പാരാമീറ്റേഴ്സിൻ്റെ അടിസ്ഥാനത്തിലാണ് താങ്കളുടെ കമ്മീഷൻ ബസ് ചാർജ് കൂട്ടുന്ന കാര്യങ്ങൾ പരിഗണിച്ചത്? അത് ചോദിച്ചത് നന്നായി. കാരണം ഈ ബസ് ചാർജ് പുനർനിർണ്ണയിക്കാനോ നിർണ്ണയിക്കാനുള്ള എല്ലാ അധികാരങ്ങളും സർക്കാരിനാണ്. പക്ഷേ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഏകപക്ഷീയമായ തീരുമാനമെടുത്ത് ശരിയാവില്ല എന്ന് ആ ഒരു കാര്യം മനസ്സിൽ വെച്ചുകൊണ്ടാണ് 2 വർഷം മുമ്പ് അന്നത്തെ LDF ഗവൺമെന്റ് ഈ ഒരു കമ്മിറ്റിക്ക് രൂപം കൊടുത്തത്. അപ്പൊ അതിൽ എക്സ്പെർട്ടായിട്ടുള്ള നാറ്റ്പാക്കിന്റെ എക്സ്പെർട്ട്, അത് നാറ്റ്പാക്ക് ഓൺ ദ സ്പോട്ട് സ്റ്റഡീസ് നടത്തിയിട്ട് അദ്ദേഹം ഓരോ ബസ്സിൽ ഓരോ ദിവസം യാത്ര ചെയ്ത് എത്രത്തോളം ബസ്സിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ എത്ര പേര് കയറുന്നുണ്ട്, ഇറങ്ങുന്നുണ്ട്, അവരുടെ കളക്ഷൻ ഉണ്ടെന്ന് ആ കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഫുൾ റിപ്പോർട്ടുകൾ നാറ്റ്പാക്ക് പബ്ലിഷ് ചെയ്തിട്ട് ഞങ്ങൾക്ക് തരുന്നുണ്ടായിട്ടുണ്ട്. പിന്നെ എക്കണോമിസ്റ്റ് ആയിട്ടുള്ള പ്രൊഫസർ, പിന്നെ എന്റെ ജുഡീഷ്യൽ എക്സ്പീരിയൻസ് വെച്ചിട്ടുള്ളതാണ് എന്നെ ഇതിന്റെ ഒരു ചെയർമാനാക്കി വെച്ചിട്ടുള്ളത്. അപ്പൊ ഞങ്ങള് മാക്സിമം ഒരു ആർബിട്രറിനെസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എല്ലാ ഭാഗങ്ങളും രണ്ട് കൂട്ടരുടെ വ്യൂവും കണക്കിലെടുത്തിട്ടാണ് ഞങ്ങളൊരു തീരുമാനത്തിലേക്ക് എത്തുന്നത്. അപ്പോൾ ഉള്ള കോസ്റ്റ് കൂട്ടേണ്ടതുണ്ടോ, എന്റെ എല്ലാം പാരാമീറ്റേഴ്സ് നേരത്തെ പറഞ്ഞ പോലെ ശമ്പളം ഒരു വലിയ പാരാമീറ്ററാണ്, ഫ്യൂവൽ എക്സ്പെൻസും അല്ലാത്ത ഒരു കോൺട്രിബ്യൂട്ടിംഗ് ഫാക്ടറാണ്, ഈ ടാക്സുകൾ, ഇൻഷുറൻസ്, ഇതെല്ലാം അതിൽ കോൺട്രിബ്യൂട്ടിംഗ് ഫാക്ടേഴ്സാണ്. അതിൻ്റെ ഒപ്പം തന്നെ പൊതുവെ ഈ സമൂഹത്തിലെ ജനങ്ങൾക്ക്
ഒരു വരുമാനത്തിൽ വർധനവ് വന്നിട്ടുണ്ടോ? സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് സർക്കാർ വേജ് റിവൈസ് ശമ്പളം റിവൈസ് ചെയ്തെന്നുള്ള ഇഷ്യൂ, പൊതുവെ രാജ്യത്ത് നിലവിലിരിക്കുന്ന കൂലി സമ്പ്രദായം, ഒരു സാധാരണക്കാരന് കിട്ടുന്ന വരുമാനം, ഇതെല്ലാം കണക്കിലെടുത്തിട്ട് ആണ് ഞങ്ങൾ ഇതിലേക്കൊരു തീരുമാനം എടുക്കുന്നത്. ഞങ്ങളെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ നമ്മുടെ അയൽ സംസ്ഥാനങ്ങളിലെ പൊതുഗതാഗത സംവിധാനത്തിന്റെ നടത്തിപ്പ് കമ്മീഷന്റെ പരിഗണനയിൽ വന്നിട്ടുണ്ടോ? അവിടെ പലയിടങ്ങളിലും വിദ്യാർത്ഥികൾക്കുള്ള കൺസെഷൻ, അവരുടെ മിനിമം നിരക്ക് ഒക്കെ കേരളവുമായി അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെ വളരെ കുറവാണ്. മാത്രമല്ല അവിടെ പൊതുഗതാഗത സംവിധാനം ലാഭത്തിലോടുകയും ചെയ്യുന്നു. ഇതിന്റെ കാരണങ്ങൾ കമ്മീഷന്റെ അന്വേഷണ പരിധിയിൽ ഉണ്ടായിരുന്നു. വന്നിട്ടുണ്ട്. കാരണം അതിൽ നമ്മളും മറ്റേ കർണാടകയും തമിഴ്നാടായിട്ടുള്ള ഏറ്റവും വലിയ വ്യത്യാസം എന്താ വെച്ചാൽ, കേരളത്തിലാണ് പ്രൈവറ്റ് ബസ്സുകൾ ഏറ്റവും കൂടുതലുള്ളത്. കർണാടകയിൽ ഏകദേശം 10% മാത്രമേ ഗവൺമെന്റ് ബസ്സുകളുള്ളൂ, പ്രൈവറ്റ് ബസ്സുകളുള്ളൂ. തമിഴ്നാട്ടിലും അതുപോലെ തന്നെയാണ്. അപ്പോൾ അവർക്ക് സബ്സിഡി എന്നുള്ള നിലയ്ക്ക് അവരുടെ എക്സ്പെൻസിലേക്ക് സർക്കാരിൽ നിന്ന് ഒരു വലിയ ശതമാനം ലഭിക്കുന്നുണ്ട്. പ്രൈവറ്റ് ബസ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു തരത്തിലുള്ള സബ്സിഡിയും കേരള ഗവൺമെന്റ് കൊടുക്കുന്നില്ല. അപ്പോൾ അത് ശരിക്കും കമ്പാരബിൾ പൊസിഷനാണ്. അവിടെ സബ്സിഡീസ് ഉള്ള കാരണം ഗവൺമെന്റ് ബസ്സുകൾക്ക് വിദ്യാർത്ഥികൾക്ക് ഫ്രീ ആണ്. തമിഴ്നാട്ടിൽ ഫ്രീ ആണ് കുട്ടികൾക്ക്. അത് ആ ഒരു തരത്തിലത് പ്രാവർത്തികമല്ല. ഇവിടെ KSRTC ആണെങ്കിൽ ഇവിടെ ഈ നഷ്ടത്തിലേക്ക് കൂപ്പ് കുത്തിക്കൊണ്ടിരിക്കുന്ന സ്ഥാപനമാണ്. എന്താണ് അടച്ചുപൂട്ടുക എന്നുള്ള കാര്യം അറിയില്ല. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ബസ് ചാർജ് നിർണ്ണയിക്കുമ്പോൾ അത് പ്രൈവറ്റ് ബസ്സിന് ഒരു ചാർജ്, KSRTCക്ക് ഒരു ബസ് ഒരു ചാർജ് എന്നുള്ള നിലവിൽ നമുക്ക് നിശ്ചയിക്കാൻ സാധ്യമല്ലാത്ത ഒരു അവസ്ഥയാണ്. അപ്പം ഞങ്ങൾ ഈ എല്ലാം ഒരു അഹങ്കാരം പറയല്ല, പക്ഷേ ഒരുവിധം കളക്ട് ചെയ്യാവുന്ന എല്ലാ ഫാക്ടേഴ്സും ഞങ്ങൾ കണക്കിലെടുത്തിട്ടുണ്ട്. ഞങ്ങൾ ഇതിനെ സംബന്ധിച്ചുള്ള റെക്കമെൻഡേഷൻ, ഇത് 18ാമത്തെ റെക്കമെൻഡേഷനാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് കൊടുത്തിട്ടുള്ളത്. അതിന് മുമ്പ് 17 റെക്കമെൻഡേഷൻസ് ഓട്ടോറിക്ഷ സംബന്ധിച്ചിട്ട്, ടാക്സികളെ സംബന്ധിച്ചിട്ട് അങ്ങനെ ഞങ്ങൾ റിപ്പോർട്ടുകൾ കൊടുക്കുന്നുണ്ട്. പിന്നെ നീലകണ്ഠൻ പറഞ്ഞൊരു കാര്യം കൂടി ഞാൻ ഈ സ്ഥലത്ത് ഞാൻ പറയട്ടെ. ഈ ഫെയർ സ്റ്റേജ് ഫിക്സേഷനെ സംബന്ധിച്ചിടത്തോളം സർക്കാർ ഞങ്ങളടുത്ത് ചോദിക്കേണ്ട, ഈ ഫെയർ സ്റ്റേജ് ഫിക്സേഷനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുമെന്ന്. പക്ഷേ ഫെയർ സ്റ്റേജ് ഫിക്സേഷൻ എന്നുള്ളതിനെ സംബന്ധിച്ചിടത്തോളം സ്റ്റാറ്റ്യൂട്ടറി, അതായത് ആക്ട് അനുസരിച്ചിട്ട് അതായത് RTIകൾക്ക് മാത്രമേ തീരുമാനിക്കാനുള്ള അധികാരമുള്ളൂ. അപ്പോൾ ആ RTIക്ക് അങ്ങനെ തീരുമാനം, അതിന്റെ അപ്ലിക്കേഷൻ അല്ലെങ്കിൽ കംപ്ലൈന്റ് കൊടുത്തു കഴിഞ്ഞാൽ RTI യോഗത്തിൽ തീരുമാനിച്ചിട്ട് അതിന്റെ മുകളിൽ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് അപ്പലേറ്റ് അതോറിറ്റിക്ക് ഒരു അപ്പീലും കൂടി നിലവിലുണ്ട്. അപ്പോൾ ഈ ഫെയർ സ്റ്റേജിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ പരിധിയിൽ വരുന്നില്ല. കാരണം സ്റ്റാറ്റ്യൂട്ടറി ആയിട്ട് ആ ചുമതല ഡിപ്പാർട്ട്മെന്റിന് കൊടുത്തിട്ടുള്ള കാരണം KSRTCക്ക് മാത്രമേ അവർക്ക് ഈ ഫെയർ സ്റ്റേജ് ഫിക്സ് ചെയ്യാൻ സ്വന്തമായിട്ടുള്ള അധികാരമുള്ളൂ. പ്രൈവറ്റ് ബസ്സുകൾക്ക് പെർമിറ്റ്, സ്വകാര്യ ബസ്സുകൾക്ക് പെർമിറ്റ് നൽകുന്നതുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിവാദങ്ങൾ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. താങ്കൾക്കറിയാം, പല ഘട്ടങ്ങളിലും KSRTCയുടെ ദുരവസ്ഥയ്ക്ക് സ്വകാര്യ ബസ്സുകളെ സർക്കാർ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് രഹസ്യമായി എന്നുള്ള ആക്ഷേപവും ഒരു ഭാഗത്ത് പ്രബലമായിരുന്നു. പൊതുഗതാഗത സംവിധാനം എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാരിൻ്റെ ഉത്തരവാദിത്വമാണ്. അത് നടപ്പാക്കുന്നതിന് വലിയ തടസ്സം കേരളത്തിൽ ഉണ്ടാകുന്നുമുണ്ട്. സ്വകാര്യ ബസ്സുകൾക്ക് പെർമിറ്റ് അനുവദിച്ചതുമായി ബന്ധപ്പെട്ട് വിവാദങ്ങൾ ഉണ്ടാവുകയും അതേസമയം സ്വകാര്യ ബസ് ഉടമകളുടെ ഭാഗത്ത് നിന്നും തങ്ങൾ അന്യായമായ രീതിയിൽ പരിഗണിക്കപ്പെടുകയാണ് എന്ന ആക്ഷേപം ഉയരുകയും ചെയ്യുന്നു. ഇതിലൊരു വൈരുദ്ധ്യം കാണുന്നില്ലേ? അല്ല, നല്ല വൈരുദ്ധ്യമുണ്ട്. ഇപ്പോൾ ജസ്റ്റിസ് രാമേന്ദ്രൻ സാർ പറഞ്ഞതിൻ്റെ ഒരു കാര്യം, KSRTCയുടെ കാര്യം പറഞ്ഞു. യഥാർത്ഥത്തിൽ KSRTCയുടെ വരവ് ചെലവ് കണക്കുണ്ട് നമ്മുടെ നാട്ടിൽ. KSRTCയുടെ എവിടെയാണ് KSRTC നഷ്ടം വരുന്നത്? രണ്ട് കാര്യത്തിലാണ്. അതൊന്ന് അവരുടെ പെൻഷൻ, അവരുടെ 20-25% പെൻഷന് അതെന്തായാലും സ്വകാര്യ ബസ്സുകാർ കൊടുക്കുന്നില്ല. ഇതുവരെ പിരിഞ്ഞുപോയ മുഴുവൻ ആളുകൾക്ക് പെൻഷൻ കൊടുക്കും. മാത്രമല്ല പഴയ കടത്തിൻ്റെ ബാലൻസ്, പണ്ട് ചെയ്ത ഒരുപാട് അഴിമതി പല കാര്യങ്ങളുണ്ട്, അതുപോലെ ആസ്തികളുടെ കണക്ക്, ഞാൻ അതിൽ കിടക്കുന്നില്ല. അത് മാറ്റി നിർത്തിയാൽ കേരളത്തിലെ KSRTC ബസ് ലാഭകരമായി തന്നെയാണ് ഓടുന്നത്. വളരെ ഇൻഎഫിഷ്യൻ്റ് ആണെങ്കിൽ പോലും. എന്താ കാരണം? ഇപ്പോൾ അവിടെ കൂടുതൽ ആളുകൾ വേണം. ഒരു ബസ്സിന് വേണ്ട സ്റ്റാഫിൻ്റെ എണ്ണം എടുത്താൽ സ്വകാര്യ ബസ്സിനേക്കാൾ എത്രയോ കൂടുതലാണ് KSRTC ബസ്സിൽ. ശമ്പളത്തിൻ്റെ നിരക്ക് വെച്ചാലും മറ്റ് ആനുകൂല്യങ്ങളുടെ നിരക്ക് വെച്ചാലും അവരെ ലീവ് മറ്റു കാര്യങ്ങൾ ഞാൻ അതിൽ കിടക്കുന്നില്ല. അത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ. ഇപ്പോൾ അന്യ സംസ്ഥാനങ്ങളുടെ കാര്യത്തിൽ യഥാർത്ഥം സംഭവിക്കുന്നത് KSRTC ആയതുകൊണ്ട് സബ്സിഡി കൊടുത്തതുകൊണ്ട് മാത്രമല്ല അവിടെ നടക്കുന്നത്. അങ്ങനെ KSRTCയുടെ സംവിധാനത്തിനെ നടത്താൻ കഴിയും. കേരളത്തിൽ നടത്താൻ കഴിയാത്തതിന് അതിൻ്റെ ബാക്ക്ലോഗാണ് കാര്യം. KSRTCയും അതുപോലെ നേരത്തെ ഗോപി ചോദിച്ച ഒരു കാര്യം പ്രധാനമാണ്. KSRTCക്കെതിരായി എപ്പോഴും പ്രൈവറ്റ് ബസ്സുകളെ സഹായിക്കുന്ന തരത്തിൽ സംഗതിയുണ്ട്. ഇനി ഫെയർ സ്റ്റേജിൻ്റെ കാര്യം പറഞ്ഞു. ഫെയർ സ്റ്റേജിൻ്റെ കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ജസ്റ്റിസ് രാമേന്ദ്രൻ കമ്മിറ്റിക്ക് അധികാരം ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല. ഹൈക്കോടതി ഇപ്പോൾ ഇവിടെ ഉത്തരവ് പല പ്രാവശ്യമുണ്ട്, മനോജിനും അറിയാമത്. ഇനി ഫെയർ സ്റ്റേജ് തിരുത്താതെ ഇനി ബസ് ചാർജ് വർദ്ധിപ്പിക്കാൻ പാടില്ല എന്ന് ഹൈക്കോടതിയിൽ പല പ്രാവശ്യം തീരുമാനം വന്നിട്ടുണ്ട്. പക്ഷേ ഒരിക്കലും
അത് നടപ്പായില്ല. കാരണം ഫെയർ സ്റ്റേജ് തൊട്ടാൽ ഈ ബസ് ഉടമകൾ അപ്പം മാറും, കളി മാറും. കാരണം അതിലാണ് ഏറ്റവും വലിയ ചതി നടക്കുന്നത്. സാധാരണ മനുഷ്യൻ വഞ്ചിക്കപ്പെടുക. ഇപ്പോൾ അദ്ദേഹം പറഞ്ഞു മിനിമം ചാർജ് വയ്ക്കുന്നത് ശരിയാ. ഇവിടെ എന്താ ചെയ്യുക? ഇപ്പോൾ 6 രൂപ 10 രൂപയാക്കി, 7 രൂപ 12 രൂപയാക്കും, 8 രൂപ അല്ലെങ്കിൽ 9 രൂപയുള്ളത് 15 രൂപയാക്കും. ഇങ്ങനെ എവിടെ കൂട്ടൽ എന്ന് പറഞ്ഞാൽ മിനിമം ചാർജ് ഇപ്പോൾ 10 രൂപയാക്കുകയാണെങ്കിൽ മിനിമം ചാർജ് 10 രൂപയ്ക്ക് പോകാവുന്ന ദൂരം ഇപ്പോൾ ഓട്ടോറിക്ഷയ്ക്ക് അങ്ങനെയാണ്. ഓട്ടോറിക്ഷയ്ക്ക് ഇപ്പോൾ 20 രൂപ മിനിമം ചാർജ് ആണെങ്കിൽ 20 രൂപയ്ക്ക് പോകാവുന്ന ദൂരം 1.4 കിലോമീറ്റർ 1.6 കിലോമീറ്ററാണ്. അതിനാണ് ഫിക്സ് ചെയ്യും. ഇവിടെ അത് ഫിക്സ് ചെയ്യാൻ തയ്യാറുണ്ടോ? ഇല്ലല്ലോ, ഒരിക്കലുമില്ല. മാത്രമല്ല അപ്പോൾ കിലോമീറ്റർ നിരക്ക് എന്ന് പറയുന്നത് വലിയൊരു വഞ്ചനയാണ്. ഇവിടെ കിലോമീറ്റർ നിരക്ക് ഒരർത്ഥമില്ലാത്തൊരു നിരക്കാണ്. ഒരു ലോങ് ഡിസ്റ്റൻസിൽ നടന്നേക്കും. പക്ഷേ ബഹുഭൂരിപക്ഷം ആളുകളെ കൊള്ളയടിക്കുന്ന അല്ലെങ്കിൽ വൻതോതിൽ പണം കൊടുക്കുന്ന ഏറ്റവും കൂടുതൽ ആളുകൾ യാത്ര ചെയ്യുന്ന കേരളത്തിലെ ഷോർട്ട് ഡിസ്റ്റൻസിൽ ഇത് വളരെ വലിയ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ടാണ് ഇതിനു മുൻപും നിങ്ങൾ പലവട്ടം സമരത്തിന് ഒരുങ്ങിയിട്ടുണ്ട്. കേരളത്തിലാകട്ടെ 2012 നവംബറിലാണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അവസാനമായി ബസ് ചാർജ് കൂട്ടിയത്. അത് മിനിമം നിരക്ക് 6 രൂപയാക്കുകയായിരുന്നു എന്ന് തോന്നുന്നു. സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഇത്തവണയും കഴിഞ്ഞ തവണ ആര്യടൻ മുഹമ്മദ് ഇക്കാര്യങ്ങൾ പരിഗണിക്കാമെന്ന് പറഞ്ഞു. പിന്നീട് മന്ത്രി മാറി, പുതിയ മന്ത്രി വന്നു, അദ്ദേഹം പഠിക്കാൻ സമയം ചോദിച്ചു. ഇപ്പോൾ നിങ്ങൾ സമരത്തിലേക്ക് വീണ്ടും എത്തുന്നു. ഇത്തവണയും സർക്കാർ ഇക്കാര്യത്തിൽ ഒരു അന്തിമമായ തീരുമാനം ഉണ്ടാക്കിയില്ലെങ്കിൽ എന്താണ് നിങ്ങളുടെ ഭാവി പരിപാടി? ഞാൻ വളരെ ആത്മാർത്ഥമായൊരു കാര്യം പറയാം. ഈ വ്യവസായം ഇന്ന് ഒരു സമരത്തിലേക്ക് പോകാതെ തന്നെ നിന്നു പോകുന്ന സാഹചര്യത്തിലാണ് നിലനിൽക്കുന്നത്. വളരെ എനിക്ക് രാമേന്ദ്രൻ സാർ പറഞ്ഞപ്പോൾ വളരെ ഇത് തോന്നിയത്, അദ്ദേഹം ഇത് നിഷ്പക്ഷമായ ഒരു നിലപാട് സ്വീകരിച്ച ആളാണ്. അദ്ദേഹം പറഞ്ഞതുപോലെ കേരളത്തിൽ എല്ലാ സാധനങ്ങൾക്കും വില കൂടുന്നുണ്ട്, എല്ലാം ചെയ്യാം, ഇവിടെ എന്ത് ചെയ്യുന്നതിനും തടസ്സമില്ല. പക്ഷേ ഒരു ബസ് ചാർജ് വർധനവ് വരുമ്പോൾ അതിനെ ആവശ്യമില്ലാതെ ഒരു ഇൻ്റർപ്രിട്ടേഷൻ ഓരോന്ന് കൊടുത്തുകൊണ്ട് ഇത് നശിപ്പിക്കുകയാണ്. കേരളത്തിലെ പൊതുഗതാഗത സംവിധാനത്തിൽ ഏതാണ്ട് 85-90% പരിഹരിക്കപ്പെടുന്നത് കേരളത്തിലെ സ്വകാര്യ ബസ്സിലൂടെയാണ്. സ്വകാര്യ ബസ് സർവീസ് നടത്തുന്നതിലൂടെയാണ്. ഞങ്ങൾ സർക്കാരുമായി ആവശ്യമില്ലാത്ത ഒരു ചർച്ചകളും നടത്തിയിട്ടില്ല. ഞങ്ങൾക്ക് ന്യായമായി കിട്ടേണ്ട അവകാശം അല്ലെങ്കിൽ ഞങ്ങൾക്ക് നടത്തിക്കൊണ്ടുപോകാനുള്ള ന്യായമായ ബസ് ചാർജ് വർധനവ് നടപ്പിലാക്കി തരണം. അതുമായി ബന്ധപ്പെട്ട വ്യവസായം നിലനിർത്തുന്നതിന് സർക്കാർ സഹായിക്കണം എന്ന് മാത്രമേ ഞങ്ങൾ പറയുന്നുള്ളൂ. അല്ലാതെ ഞങ്ങൾക്ക് അനാവശ്യമായ ഒരു ആനുകൂല്യവും വേണമെന്ന് ഞങ്ങൾ പറയുന്നില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഏതാണ്ട് 1.5 വർഷങ്ങൾക്ക് മുമ്പ് ബസ് ചാർജ് വർദ്ധിപ്പിച്ച ആ സാഹചര്യത്തിൽ നിന്നും പ്രവർത്തന ചെലവ് വളരെയധികം കൂടിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ സമരത്തിലേക്ക് പോകുന്നത്. ഇന്ന് സമരം നടത്താതെ ഞങ്ങൾ പുറകോട്ട് പോയാൽ ഈ ബസ് സർവീസ് എന്ന് പറയുന്നത് ഏതാണ്ട് 20% ബസ്സുകൾ, അതായത് ഞാനൊരു കാര്യം പറയാം, സാറ് പറഞ്ഞതുപോലെ 2005-ൽ 34,000 സർവീസുകൾ ഉണ്ടായിരുന്ന കേരളത്തിൽ ഇന്ന് അത് വെറും 14,000 കുറഞ്ഞതിൻ്റെ കാരണവും കൂടി ജസ്റ്റിസ് രാമേന്ദ്രൻ സാർ പഠിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്തുകൊണ്ടാണ് ഇത് നിന്നു പോകുന്നത്? എന്തുകൊണ്ടാണ് ഇതിൻ്റെ ഗതി കുറയുന്നത്? ഇത്രയും ടാക്സ് കൊടുക്കുന്ന ഒരു ക്വാർട്ടറിൽ ഒരു 3 മാസം കൂടുമ്പോൾ ഏതാണ്ട് 30,000-ലധികം രൂപ സർക്കാരിലേക്ക് അടയ്ക്കുന്ന ഒരു സർവീസ് നിന്നു പോകുന്നതിൻ്റെ കാരണം എന്താണ് എന്നുകൂടി ജസ്റ്റിസ് രാമേന്ദ്രൻ സാർ അന്വേഷിക്കണം. അത്ര ഭീകരമായ നഷ്ടത്തിലാണ് ഇത് പോകുന്നത്. ഇതിനെ ഇനിയും നശിപ്പിക്കാൻ ശ്രമിച്ചാൽ ഈ വ്യവസായം പണ്ട് കേരളത്തിൽ സ്വകാര്യ ബസ്സുകൾ ഉണ്ടായിരുന്നു എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് ഇത് പോകും. ഇത് സാധാരണക്കാരായ പാവങ്ങളായ ജനവിഭാഗങ്ങളുടെ ഒരു യാത്രാ മീഡിയയാണ്. ഇത് ഇല്ലാതാക്കാൻ ശ്രമിക്കരുതെന്നാണ് എനിക്ക്. പൊതുഗതാഗത സംവിധാനം നിലനിർത്തുക എന്നത് സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് തന്നെ ബസ് ഉടമകളുടെ ആവശ്യത്തിന്റെ ന്യായാന്യായങ്ങൾ പരിശോധിച്ച് തീരുമാനത്തിലെത്താനുള്ള ഉത്തരവാദിത്വം സർക്കാരിനുണ്ട്. വളരെയധികം നന്ദി ശ്രീ മനോജ്, ശ്രീ CR നീലകണ്ഠൻ, ജസ്റ്റിസ് M രാമചന്ദ്രൻ ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. സ്പെഷ്യൽ എഡിഷൻ ഇവിടെ പൂർണ്ണമാകുന്നു. ഗുഡ് ബൈ, ഗുഡ് നൈറ്റ്.